നമസ്കാരം. ഇറാനെതിരായ ഭീഷണികൾ മുഴക്കുകയും പശ്ചിമേഷ്യയിലെയും മറ്റ് സൈനിക നിലപാട് സ്വീകരിക്കാൻ ഉത്തരവിടുകയും ചെയ്യുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മേൽ സമ്മർദ്ദങ്ങളും ഏറുകയാണ്. ഇസ്രായേൽ ഭരണകൂടവുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധങ്ങളും ഇസ്രായേലിന്റെ അതിക്രമങ്ങൾക്കും യമനിലെ സൈനിക നടപടികൾക്കും അദ്ദേഹം നൽകുന്ന പിന്തുണയെയും ഗണ്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അമേരിക്കയിലെ തന്നെ വിവിധ സംഘടനകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മണ്ടൻ തീരുമാനങ്ങളോട് എതിർപ്പുമായി എത്തിയിട്ടുമുണ്ട്. ഇറാനെതിരായ സൈനിക നടപടി പശ്ചിമേഷ്യയെ അസ്ഥിരപ്പെടുത്തുകയെന്നും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുമെന്നുമാണ് അവർ പറയുന്നത്. ഇറാനുമായി ഒരു യുദ്ധം ജയിക്കാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല, അമേരിക്കയുടെ നില തകരുമെന്നും അവർ പറയുന്നതായിട്ട് ഇറാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇറാനെതിരായ സൈനിക നടപടിയുടെ അനന്തരഫലങ്ങൾ ദൂരവ്യാപകമായിരിക്കും. പ്രാദേശിക സ്ഥിരത, ആഗോള സുരക്ഷ, അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ എന്നിവയിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ ഇതുണ്ടാക്കും. മിഡിൽ ഈസ്റ്റിൽ സൈനിക ഇടപെടലിന്റെ ഒരു നീണ്ട ചരിത്രമാണ് അമേരിക്കയ്ക്കുള്ളത്. പക്ഷേ ആഗോളതലത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് അമേരിക്ക ഇതുമായി ഇറാനിലേക്ക് ചെന്നാൽ, പ്രത്യേകിച്ച് ഇറാനെ ട്രംപ് പ്രകോപിപ്പിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയുടെ സ്ഥിതി കൂടുതൽ വഷളാകുന്നതിലേക്കായിരിക്കും എത്തിക്കുക എന്നും പറയുകയാണ്. ഇറാനെതിരായ സൈനിക ആക്രമണത്തിൽ പങ്കെടുത്ത് വിജയിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നാണ് അമേരിക്കൻ യാഥാസ്ഥിതിക രാഷ്ട്രീയ നിരൂപകനായ ടക്കർ കാൾസൺ പറയുന്നത്. ആയിരക്കണക്കിന് അമേരിക്കക്കാർ മരിക്കും, തുടർന്നുള്ള യുദ്ധത്തിൽ അമേരിക്ക തോൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനുമായി ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്നതിനേക്കാൾ വിനാശകരമായ മറ്റൊന്നും അമേരിക്കയ്ക്ക് വരാനില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇറാനുമായി അമേരിക്ക യുദ്ധത്തിന് ഇറങ്ങുന്നത് ആത്മഹത്യാപരമാണ്. ഇറാനുമായി സംഘർഷത്തിന് അമേരിക്കയെ പ്രോത്സാഹിപ്പിക്കുന്ന ഏതൊരാളും അമേരിക്കയുടെ സഖ്യകക്ഷിയല്ല, മറിച്ച് ശത്രുവാണെന്നും കാൾസൺ കൂട്ടിച്ചേർത്തു. യുദ്ധങ്ങൾ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞെത്തിയ ട്രംപ് ഇപ്പോൾ യമനെതിരെ ആക്രമണങ്ങൾ ആരംഭിക്കുകയും ഇറാന് നേരെ ഭീഷണി മുഴക്കുകയും ഇസ്രായേലിന് ആയുധങ്ങൾ കൈമാറുകയും ചെയ്യുന്നുവെന്ന വൈറ്റ് ഹൗസിലെ ഓരോ ആളുകളെയും യുദ്ധക്കൊതിയന്മാരാക്കി മാറ്റുകയാണെന്നും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു യുദ്ധത്തിന് അമേരിക്ക ഇറങ്ങി തിരിച്ചാൽ അപ്പോൾ തന്നെ അതിൽ അമേരിക്ക അനുഭവിക്കാൻ പോകുന്ന സാമ്പത്തിക നഷ്ടം വളരെ വലുതായിരിക്കുമെന്നാണ് ടെഹ്റാൻ ടൈംസും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ സംഘർഷങ്ങൾക്ക് കുറഞ്ഞത് $6 ട്രില്യൺ ചിലവാക്കിയത്. പക്ഷേ ഇറാനിൽ അങ്ങനെ ആയിരിക്കില്ല. ഏകദേശം 90 ദശലക്ഷം ജനസംഖ്യയുള്ള ഇറാൻ നൂതന മിസൈൽ, ഡ്രോൺ സംവിധാനങ്ങളാൽ സമ്പന്നമാണ്. ആഗോള വ്യാപാരത്തിനും എണ്ണ ഗതാഗതത്തിനും ഒഴിച്ചുകൂടാനാകാത്ത സമുദ്ര ഇടനാഴിയായ ഹോർമുസ് കടലിടുക്കിനെ വിദഗ്ധമായി സംരക്ഷിക്കുന്നതിലൂടെയും രാജ്യം അതിന്റെ സമാനതകളില്ലാത്ത തന്ത്രപരമായ കഴിവ് പ്രകടിപ്പിക്കുന്നുണ്ട് എന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആ തന്ത്രപ്രധാന മേഖലയിൽ ഒരു തീപിടുത്തം ഉണ്ടായാൽ പോലും അത് ഉപരോധത്തിലേക്കോ സംഘർഷത്തിലേക്കോ നയിച്ചേക്കാം. അത് എണ്ണവില കുതിച്ചുയരുന്നതിനും ലോകമെമ്പാടുമുള്ള സമ്പദ് വ്യവസ്ഥകളെ അസ്ഥിരപ്പെടുത്തുന്നതിനും പണപ്പെരുപ്പത്തിന് ആക്കം കൂട്ടുന്നതിനും കാരണമാകും.